ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 7th ഹിന്ദി പുതിയ പാഠപുസ്തകമാണ്. കഴിഞ്ഞ വർഷമാണ് പാഠപുസ്തകങ്ങൾ മാറിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി കവിതയാണ്. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലെ ആക്ടിവിറ്റീസ് ആണ്. നമ്മളതിൽ എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും ചെയ്യുന്നതായിരിക്കും. പാർട്ട് 2 ആണിത്. നമ്മൾ ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ തന്നെ പാർട്ട് 1 ചെയ്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് കാണുക. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആക്ടിവിറ്റീസ് ആണ്. അതിലെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലാതെ വരുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. आदित्य क्वेश्चन, आदित्य एक्टिविटी खेती से संबंध रखने वाली शब्द कविता से पहचान कर लीजिए. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജുവ ബീജ് അവർ തന്നിട്ടുണ്ട്. മിട്ടി, പാവ്സ്, कुसी. ओके, नेक्स्ट किसान अपनी जिंदगी कैसे व्यतीत करता है, कविता के आधार पर पूर्ति करें. ओके, അതിൽ കിസാൻ എങ്ങനെയൊക്കെയാണ് ആ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നുള്ളതാണ്. കിസാൻ വർഷ और धूप में काम करता है, किसान बीज बोता है, किसान खेत को सदा उर्वर बनाता है, किसान मिट्टी का मर्म समझता है, किसान बैल के कंधों पर जुआ रख देता है, किसान अच्छे फसल का सपना देखा है, किसान गेंद को गाद डालता है, किसान पैनी कुर्सी से गेंद जोत डालता है. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരിക. नेक्स्ट कविता से निम्नलिखित आशय वाली पंक्तियां चुनकर लिखे. किसान अपनी जिंदगी व्यतीत करके खेत में സമൃദ്ധി का स्वप्न देखता है. ഇങ്ങനെ വരുന്ന അർത്ഥം വരുന്ന ലൈൻസ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് गबा रहा है जीवन अपना, देख रहा है मिट्टी में सोने का सपना. രണ്ടാമത്തെ किसान कड़ी मेहनत से खेत को सदा उर्वर बनाता है और स्वयं जीवित रखता है. അതിന്റെ ആൻസർ ഇതാണ് अपने तन की गाद मिलाकर मिट्टी को जीवित रखता है, गुद जीता है. पढ़े, समझे और लिखे. इन प्रयोगों पर ध्यान दे. जाकर, गरजकर, तपकर, बरसाकर, डूबकर, मरकर. ഈ 6 വേർഡ്സ് കണ്ടല്ലോ. ഇത് സെന്റൻസ് ആയി വരുന്ന വേർഡ് ഉണ്ടാക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇത് സെന്റൻസിൽ ഉൾപ്പെടണം. ഊപ്പർ ദിയേ ഗയേ ശബ്ദോം സെ നയേ വാക്യ സെന്റൻസ് മേക്കിംഗ് ആണ്. ആദ്യത്തെ അവർ തന്നിട്ടുണ്ട്. മേ മൈദാൻ മേ ജാക്കർ ഖേൽതാ ഹൂം. അപ്പൊ ജാക്കറായി. നെക്സ്റ്റ് നമുക്ക് ഗർജക്കർ ആണ്. ബർസാക്കർ ആണ്. पानी बरसाकर तालाब भर गया. नेक्स्ट गरजकर, आज बादल गरजकर बरसा. नेक्स्ट डूबकर ആണ്. मैं कल रात एक कहानी में डूबकर बैठा. नेक्स्ट मरकर ആണ്. सुप्त गर्मी में धरती तपकर चलती है. नेक्स्ट കവിതയുടെ ആസ്വാദൻ ടിപ്പണി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ए धरती है उस किसान की ये कविता केदारनाथ अग्रवाल द्वारा रचित है. यह कविता വേണ്ട, ये कविता मതി. यह खेत में काम करने वाले किसान की महिमा का वर्णन करती है. कवि के अनुसार इस धरती पर एकमात्र व्यक्ति जो मिट्टी को पूरी तरह से समझ सकता है और अच्छी फसल काट सकता है वह किसान है. जो मिट्टी को जोतता है, उससे गाद देता है और दब और बारिश में बीज बोता है. ये जमीन उस किसान की है जो मिट्टी को पूरी तरह समझता है, उसे अच्छी फसल के लिए तैयार करता है, मिट्टी की महिमा गाता है और मिट्टी में सोने उगाने का सपना देखता है. इस कविता में हम किसान और मिट्टी के बीच के रिश्ते को देख सकते हैं, जो हमेशा जमीन पर कड़ी मेहनत करता है. और किसान की महानता को भी सरल शब्दों में लिखी गई इस कविता को लय के साथ गाया भी जा सकता है. അപ്പോൾ ഇത് ആ ഒരു കർഷകനും അതുപോലെ തന്നെ ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധം കറക്റ്റായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു കവിതയാണെന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ എഴുതിയ ആ ആസ്വാദനത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇല്ലാത്തത് അത് ഉണ്ടെങ്കിൽ ഹ ഇല്ലെങ്കിൽ നെഹി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഹ ആണെങ്കിൽ ടിക്കിടാം, നെഹി ആണെങ്കിൽ തെറ്റിടാം കേട്ടോ. കവിക്ക് പരിചയം ഉണ്ടോ? ഇത് കേദാർനാഥ് അഗർവാൾ ആണെന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ടിക്ക് ചെയ്യാം. കവിതക്ക് പരിചയം ഉണ്ടോ? കവിതയെ കുറിച്ച് നമ്മളതിൽ പറയുന്നുണ്ട്. കവിതയുടെ ആശയമുണ്ടോ? കവിതയുടെ ആശയം അഫ്കോഴ്സ് അതിലുണ്ടല്ലോ. അപ്പോൾ ടിക്ക് ചെയ്യുക. കവിതക്ക് വിശേഷതാവുക്ക് ഉല്ലേഖുണ്ടോ? എന്തൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്? വിശേഷതയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ.
अपना मत लिखा है നമ്മുടെ അഭിപ്രായം എഴുതിയിട്ടുണ്ടോ ഉണ്ടല്ലോ നമ്മളപ്പോൾ ഇതിലെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു ആസ്വാദന ടിപ്പണി നമ്മൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിലും ടിക്ക് ചെയ്യുക അതിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക തെറ്റിടുക കേട്ടോ റോങ് ഇടുക നെക്സ്റ്റ് कृषक दिवस पर आपके विद्यालय में जद्दा निकाला जा रहा है പ്ലക്കാർഡ് കെ ലിയെ സന്ദേശ് വാക്യ ലിഖേ അപ്പം നമ്മൾ സ്കൂളിൽ കാർഷിക ദിവസമാണ് അന്നത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് പ്ലക്കാർഡ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലക്കാർഡ് അവർ തന്നിട്ടുണ്ട് ജീത്താ രഹാ ഹെ കിസാൻ ഇനി നമ്മൾ 2 എണ്ണം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ധർത്തി കാ രാജാ ഹെ കിസാൻ നെക്സ്റ്റ് ഹമാരാ ഭോജൻ കിസാൻ കാ ഉപഹാർ ഓക്കെ അപ്പോൾ കർഷകരുടെ നമ്മൾ കഴിക്കുന്ന അന്നം കർഷകരുടെ സമ്മാനമാണ് അവരുടെ ഉപഹാരമാണെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ സന്ദേശവാക്യങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് सफलता के लिए परिश्रम की आवश्यकता है निम्नलिखित बिंदुओं पर चर्चा करें और लेख लिखें ഓക്കെ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് ഹാർഡ് വർക്ക് വേണം അല്ലേ പരിശ്രമം അത്യാവശ്യമാണ് പരിശ്രമം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾക്ക് താഴെ തന്നിരിക്കുന്ന 5 ഹിന്റുകളുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കണം ഒരു ലേഖനം എഴുതണം ഓക്കെ जीवन में सफलता प्राप्त करना हार थकान का सामना करना संघर्ष भरे जीवन में आगे बढ़ते जाना परिश्रम का महत्व पहचानना समाज और देश के विकास में परिश्रम का योगदान അപ്പോൾ ഇത്രയും വെച്ചിട്ട് വേണം നമ്മൾ എന്ത് എഴുതണമെങ്കിൽ നമ്മൾ തന്നിരിക്കുന്നത് വെച്ചിട്ട് വേണം നമ്മൾ ഒരു ലേഖനം എഴുതണമെങ്കിൽ ഒരു കുറിപ്പ് എഴുതണം ഓക്കെ നമുക്കത് നോക്കാം അപ്പോൾ നമുക്കിതിൽ ഒരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ പരിശ്രമം എന്ന് വേണമെങ്കിൽ എഴുതാം ഞാനത് ഹെഡിങ് ഒന്നും കൊടുത്തില്ല എന്നേ ഉള്ളൂ നിങ്ങൾ വേണമെങ്കിൽ എന്ത് കൊടുക്കുക പരിശ്രമം എന്ന് കൊടുക്കുക കേട്ടോ ഒരു ടോപ്പിക്ക് കൊടുക്കുക ഹെഡിങ് കൊടുക്കുക ഒരു ടൈറ്റിൽ കൊടുക്കുക ഓക്കെ सफलता के लिए कड़ी मेहनत ज़रूरी है हमारी ज़िंदगी हमेशा एक जैसी नहीं रहती जिंदगी में उतार चढ़ाव आते रहते हैं जीवन में सुख और दुख बारी बारी से आते जाते रहेंगे എന്താ പറയണത് നമുക്ക് അച്ചീവ് ചെയ്യണം വെച്ചാൽ നമുക്ക് ഹാർഡ് വർക്ക് ആവശ്യമാണ് അല്ലേ നല്ല രീതിയിൽ അധ്വാനിച്ചാൽ മാത്രമേ എന്തെങ്കിലും റിസൾട്ട് ഇപ്പം നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നന്നായി പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഹമാരി ജിന്ദഗി ഹമേഷ ഏക് ജൈസി നെഹി രഹത്തി നമ്മുടെ ലൈഫും എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല ഉയർച്ച ഉണ്ടാവും താഴ്ച ഉണ്ടാവും സുഖം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും സമസ്യാവും സെ ഭരെ ജീവൻ മേ സഫൽ ഹോനെ കെ ലിയെ ഹമേ കടി മെഹനത് കർണി ഹോഗി അപ്പോൾ പ്രോബ്ലംസ് ഉള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകണം अगर हम जीवन की सभी समस्याओं का सामना करेंगे तो हम निश्चित रूप से आगे बढ़ेंगे ജീവിതത്തിൽ വരുന്ന എല്ലാ ഡിഫിക്കൽട്ടീസും പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു നല്ല ഒരു റിസൾട്ട് നല്ലൊരു അച്ചീവ്മെന്റ് അല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും अगर हम सभी समस्याओं को पार करके आगे बढ़े എല്ലാ പ്രോബ്ലംസിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ तो हमें सफलता जरूर मिलेगी സഫലത ഉറപ്പായിട്ടും കിട്ടും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും जब हमें अपने प्रयासों के बाद परिणाम मिलेंगे അതായത് നമ്മുടെ ഡിഫിക്കൽട്ടി നമ്മുടെ ഹാർഡ് വർക്കിന് ശേഷം കിട്ടുന്ന ഒരു റിസൾട്ട് അത് ഭയങ്കര സുഖമായിരിക്കും तो हमारा मन संतुष्ट होगा അത് നമുക്ക് നല്ല ഹാപ്പിനെസ് തരും ചെയ്യും അപ്പോൾ പരിശ്രമം ഹാർഡ് വർക്കിന്റെ ഒരു ലേഖനമാണിത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസും ചോദ്യോത്തരങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്